വെൽക്കം ടു മല്ലു ക്യൂളർ. ന്യൂ കാസിൽ വേഴ്സസ് ബാഴ്സലോണ മാച്ചിൻ്റെ പ്രിവ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട് ഭയങ്കര ത്രിൽഡ് ആയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു ഓർമ്മയിൽ ഈ രണ്ട് ടീമും ഏറ്റുമുട്ടിയതായിട്ടൊന്നും ഇല്ല. സോ മാച്ച് നടക്കാൻ വേണ്ടി പോവാണ്. സെൻറ്റ് ജെയിംസ് പാർക്കിൽ വെച്ചാണ് നടക്കുന്നത്. സോ ഒരു ബിഗ് മാച്ച് ആയിരിക്കും. ഹൈ സ്കോറിംഗ് മാച്ച് ആവാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ ഇതിൽ കാണുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ എന്താ പറയുക, ഈ ന്യൂ കാസിലിനെ കുറിച്ച് തന്നെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ന്യൂ കാസിലിൻ്റെ മിഡ്ഫീൽഡിലേക്ക് നോക്കുന്ന സമയത്ത് അവർ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡാണ്. ടെക്നിക്കലി അവർ ഭയങ്കര സുപ്പീരിയർ ആണ്, എല്ലാത്തിലൊന്നും ഞാൻ പറയില്ല. പക്ഷേ അവരുടെ ആ ഒരു ഫിസിക്കൽ ഗെയിം കളിക്കാനുള്ള എബിലിറ്റി, അവരുടെ ആ ഒരു പേസ്, അവരുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് എല്ലാതും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അവരുടെ ആ ഒരു പ്രസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ ബാഴ്സക്കും അത് ഡിഫിക്കൽട്ടായിരിക്കും. ഇപ്പോൾ സാൻഡ്രോ ടൊണാലി, ബ്രൂണോ ഗുമാരസ്, ജോലിൻടൺ. അത് തന്നെ ജോലിൻടണൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എൻജിൻ വെച്ച് കളിക്കുന്ന പോലെയാണ്. 90 മിനിറ്റ്, 120 മിനിറ്റ്, 150 മിനിറ്റ് കളിപ്പിച്ച് കഴിഞ്ഞാലും ആ മനുഷ്യൻ ഒരേ എനർജിയിൽ കളിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ടൊണാലിയാണ് അവിടെ ടെക്നിക്കലി ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മനുഷ്യൻ. ആൻഡ് ബ്രൂണോജി. ഓക്കെ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ബോക്സിലേക്ക് ഇടിച്ചു കയറി വരികയും ചെയ്യും. അതാണ് ഇപ്പം ഇവരിൽ ആരും അങ്ങനെ എപ്പോഴും ഡീപ്പിൽ നിൽക്കുന്ന സ്വഭാവക്കാരൊന്നുമല്ലല്ലോ. ഇപ്പം ടൊണാലി വന്നിട്ട് ബാങ്കർ അടിക്കും, ചിലപ്പോൾ ബ്രൂണോജി വന്നിട്ട് ബാങ്കർ അടിക്കും. അപ്പം അതിനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് അവരുടെ മിഡ്ഫീൽഡിൽ തന്നെയുണ്ട്. ആൻഡ് അവർ ഫൈനൽ തേർഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മർഫി ഉണ്ട്, പിന്നെ ബാൺസ് ആയിരിക്കും ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കൂടുതൽ. പിന്നെ വോൾട്ട്മാഡ് ആയിരിക്കും എന്തായാലും സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. വോൾട്ട്മാഡ് 1.98 മീറ്റേഴ്സാണ് ഹൈറ്റ് വരുന്നത്. സോ തടയാൻ ഭയങ്കര പാടാണ്. ആൾ ടെക്നിക്കലി നല്ല പ്ലെയറാണ്. അതായത് ആൾ ടൈറ്റ് സ്പേസിലൊക്കെ നല്ലോണം കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ് നിക് വോൾട്ട്മാഡ് എന്ന് പറയുന്ന പ്ലെയർ. പക്ഷേ അത്ര ക്ലിനിക്കൽ സ്ട്രൈക്കർ അല്ല. സോ ആൾ ഗോൾ അടിക്കുന്നത് തടയാന്നുള്ളത് ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട പണിയാണ്. പിന്നെ ഗോർഡൻ ഇഞ്ചോർഡാന്നാണ് കേൾക്കുന്നത്. ബാൺസ് ആണെങ്കിലും തലവേദനയാണ്. ബാൺസ് ഒരു സൂപ്പർ പ്ലെയറാണ്. പിന്നെ അവരുടെ ഡിഫൻസിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഫാബിയാൻ ഷാറും അതുപോലെ ഡാൻ ബേണൊക്കെ ആയിരിക്കും ആ ഒരു സെൻറ്റർ ബാക്ക് ഡു ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നമ്മുടെ ലിവറാമെൻ്റ് ഉണ്ടായിരിക്കും. റൈറ്റ് ബാക്ക് ആയിട്ട് അവിടെ ട്രിപ്പിയർ ഉണ്ടായിരിക്കും. ഇതായിരിക്കും ഏറെക്കുറെ അവിടെ ലൈനപ്പ്. ഗോൾ കീപ്പറായിട്ട് നിക് പോപ്പ് ഉണ്ടായിരിക്കും. പിന്നെ എഡിഹാവിൻ്റെ സ്റ്റൈൽ അറിയാലോ, പ്രസ് 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 എന്താ പറയുക, ആ ഒരു ഹൈ എനർജി ഫുട്ബോൾ കളിക്കുക. അതാണ് അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് പറയുന്നത്. കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര കുറവാണ്. എപ്പോഴും ആ ഒരു ഹൈ എനർജിയിൽ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ ഇവർ ഡൗൺ ആവും. പിന്നെ അവസാനത്തെ ഒരു 10-20 മിനിറ്റ് വീണ്ടും എനർജി കയറി വരികയും ചെയ്യും. അങ്ങനത്തെ ഒരു വ്യത്യസ്ത സൈഡാണ് ന്യൂ കാസിൽ. ഇപ്പോൾ ആ ഒരു ലിവർപൂൾ മാച്ചിനെ എടുത്ത് നോക്കിയാൽ മതി. തുടക്കത്തിൽ അവർ ഡോമിനേറ്റ് ചെയ്യുന്ന പോലെ തോന്നി, പിന്നെ അവർ ഡൗൺ ആയി. പക്ഷെ അവസാനം എത്തുന്ന സമയത്ത് ആ റിയോൻ്റെ ഗോൾ വരെ ന്യൂ കാസിൽ നന്നായിട്ടൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഒരു വ്യത്യസ്ത സൈഡാണ്. ഇങ്ങനെ ഒരു തലവേദന തരുന്ന സൈഡാണ്. ഇപ്പോൾ അതിൽ തന്നെ ജോലിൻടണും ബ്രൂണോ ഗുമാരസിനൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അവർ നമ്മുടെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുത്തു പോകും. നമ്മൾ ചുമ്മാ അവരൊരു പ്രീമിയർ ലീഗ് ടീമിനെതിരെ കളിക്കുന്ന സമയത്ത് ഓക്കെ, സപ്പോസ് ഇപ്പോൾ അപ്പുറത്ത് ബ്രെൻഫോർഡാണെന്ന് വിചാരിച്ചു. നിങ്ങളൊന്ന് കളി കാണാതിരിക്കും, ബ്രെൻഫോർഡ് ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ ബ്രെൻഫോർഡിനോടുള്ള ഒരു ഇഷ്ടം വെച്ചിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഓപ്പോസിറ്റ് നിന്നിട്ട് ന്യൂ കാസിലിൻ്റെ ജേഴ്സിയിൽ ഈ ബ്രൂണോ ഗുമാരസും ജോലിൻടണൊക്കെ കാട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. അങ്ങനത്തെ കളിയാണ്. ഇവർ വന്ന് ഇടിച്ച് കുത്തി അങ്ങോട്ട് പോവും. അത് ഒരു കണക്കിന് നോക്കുമ്പോൾ ഓപ്പോണൻസിന് തലവേദനയാണ്. സോ അവരത് ചെയ്യുന്നു, അവരത് വൃത്തിക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ്, അങ്ങനത്തെ പ്ലേയേഴ്സാണ്. എന്നാൽ പിന്നെ ഇവർ നേരെ നമ്മളുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാലോ നമ്മൾ ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും ബാഡ്ജിന് വേണ്ടി പൊരുതുന്ന പ്ലേയേഴ്സാണ്. ഓക്കെ, ടെക്നിക്കലി ലിമിറ്റേഷൻസ് ഒക്കെ കുറച്ചുണ്ടെങ്കിൽ പോലും. സോ അതാണ് ന്യൂ കാസിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഭയങ്കര തലവേദന വരുന്ന സൈഡാണ്. ഇനി നമ്മൾ ബാഴ്സൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇവരെങ്ങനെ നേരിടുന്നൊക്കെ പറയുകയാണെങ്കിൽ, നമുക്ക് പ്രധാനമായിട്ടും ആ ഒരു മിഡ്ഫീൽഡിലെ ഡോമിനേഷൻ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മിഡ്ഫീൽഡ് നമ്മളെക്കാളും എനർജറ്റിക് ആണ്, നമ്മളെക്കാളും പേസ് അവർക്ക് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മളെക്കാളും ഫിസിക്കാലിറ്റി അവർക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളാണ് ടെക്നിക്കലി ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ടീം. എസ്പെഷ്യലി മിഡ്ഫീൽഡ് വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡാണ്. അതിലൊന്നും നമുക്കൊരു പേടിയും കാര്യങ്ങളും ഇല്ല. അപ്പോൾ
ഓപ്പണന്റ് നിൽക്കുന്ന ആ ഒരു മിഡ്ഫീൽഡിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. അതാണ് അതിൻ്റെ ചരടിരിക്കുന്നത്. പെഡ്രിൻ്റെ അടുത്തും ഫ്രങ്കി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഫ്രങ്കിൻ്റെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ ഓൽമയാണോ ഫെർമിയാണോ സ്റ്റാർട്ട് ചെയ്യാന്ന് എനിക്കറിയില്ല. ഐ പ്രിഫർ ഫെർമി. ഓക്കെ, ഫെർമി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ബെറ്റർ എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അറ്റ് ദിസ് മൊമെൻറ്റ് ഫെർമിനെയാണ്. സോ അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഈ ഒരു ഹൈ ഒക്ടെയിൻ മിഡ്ഫീൽഡിനെ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ഡിഫൻസിനെ കുറിച്ച് പറയാം. നമ്മുടെ ഡിഫൻസ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. എസ്പെഷ്യലി സെൻട്രൽ ബാക്കിൽ ഇപ്പോൾ അറാഹോ വരുമെന്ന് അറിയില്ല. ഓക്കെ, ഞാൻ അറാഹോ വന്നെന്ന് വിചാരിച്ചു. അറാഹോ വന്നു കഴിഞ്ഞാൽ ഒരു മെച്ചമുണ്ട്. അതായത് അറാഹോ ഭയങ്കര ഫിസിക്കലായിട്ട് കളിക്കുന്ന, ഇപ്പോൾ ഈ വോൾട്ട്മാഡിനെ പോലത്തെ അല്ലെങ്കിൽ ഇപ്പോൾ സെറ്റ് പീസിലേക്ക് വരുമ്പോൾ ഡാൻ ബേണിനെ പോലത്തെ ഒക്കെ പ്ലെയേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അറാഹോ. പക്ഷേ അറാഹോ ഓൺ ദ ബോൾ കുറച്ച് വൾണറബിൾ ആണ്. അറാഹോനെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യും. നമ്മുടെ ജോലിൻടൺ ആണെങ്കിലും ഇനിയിപ്പോൾ ബാൺസ് ആണെങ്കിലും ഇവരൊക്കെ ചത്ത് കിടന്ന് പ്രസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് അറാഹോ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവർ ടാർഗറ്റ് ചെയ്ത് പ്രസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി മിസ്റ്റേക്ക് ആൾ വരുത്താം അല്ലെങ്കിൽ വരുത്താതിരിക്കാം. ഞാൻ ഒരു പോസിബിലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ അറാഹോൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഡബിൾ മൈൻഡാണ്. പിന്നെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻസൺ LCB ആയിട്ട് കുബാർസി RCB ആയിട്ട് കളിക്കുക. എന്തായാലും എറിക്കിനെ സെൻറ്റർ ബാക്ക് ഇറക്കുന്നതിൽ കാര്യമില്ല. അപ്പം ഈ ഒരു ഡ്യൂ ആണ് ഞാൻ പേഴ്സണലി പ്രതീക്ഷിക്കുന്നത്. ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പം ടെക്നിക്കലി ഭയങ്കര സുപ്പീരിയർ ആണ്. അങ്ങനെ പ്രസ്സിന് വീണ് കൊടുക്കുന്ന പ്ലെയേഴ്സ് അല്ല. പിന്നെ ലെഫ്റ്റ് ബാക്ക് ചിലപ്പോൾ ഗോട്ട് മാർട്ടി എങ്ങാനും ആയിരിക്കും. എനിവേ ലെറ്റ്സ് സീ. റൈറ്റ് ബാക്ക് ആയിട്ട് എന്തായാലും കൂണ്ടെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുക ഒരു കുബാർസി ക്രിസ്ത്യൻസൺ ഡിഫൻസ് തന്നെയാണ്. അതിലാണ് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ളത്. അവർക്ക് ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ്സിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ, അതായത് വോൾട്ട്മേഡ്, ബാൺസ്, വില്ലോക്ക്, ചിലപ്പോൾ ജോലിൻടൺ കയറി വരും. ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ്സിനെ നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മിഡ്ഫീൽഡിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ക്വാളിറ്റിയാണ് നമ്മുടെ മിഡ്ഫീൽഡിലുള്ളത്. ഓക്കെ, പിന്നെ എന്താ പറയുക, അവരുടെ ഒരു അറ്റാക്കിംഗ് സൈഡ് അവരുടെ ഒരു ഡിഫൻസ് പ്ലസ് നമ്മുടെ അറ്റാക്ക് നോക്കുന്ന സമയത്ത് അവരുടെ പ്ലേയേഴ്സൊക്കെ ഭയങ്കര ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. ഫിസിക്കലി ഭയങ്കര ഭീമാകാരന്മാരായിട്ടുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ടീമുകൾക്കെതിരെ നമുക്കൊരൊറ്റ മനുഷ്യനാണ് വേണ്ടത്, ലെവൻഡോസ്കിൻ്റെ ബ്രില്യൻസ്, ലെവൻഡോസ്കിൻ്റെ ഫിസിക്കൽ എബിലിറ്റി, ആളുടെ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് മേ ബി യൂസ് ആവാൻ വേണ്ടി പോകുന്ന ഒരു മാച്ച് ആയിരിക്കും ഈ ഒരു ന്യൂകാസിൽ മാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റഫീഞ്ഞ ഉണ്ടായിരിക്കും, യമാൽ ഉണ്ടാവില്ല. അത് വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനത്തെ ഒരു സൈഡിനെതിരെ ഒരു ടേക്ക് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരാളില്ലാത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തലവേദനയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സമയത്താണ് നമുക്ക് മേ ബി റാഷ്ഫോർഡ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കളിക്കാൻ പോകുന്ന ഒരു PL സൈഡിനെതിരെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടീമുകൾക്കെതിരെ കളിച്ച് പരിചയമുള്ളൊരു മനുഷ്യനാണ് റാഷ്ഫോർഡ്. ഇനി റാഷ്ഫോർഡ് വാഴക്കളി കളിക്കുമെന്ന് നമുക്കറിയില്ല ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ റാഷ്ഫോർഡിന് നമ്മുടെ മുമ്പിൽ പ്രൂവ് ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരമാണത്. ഫാൻസിൻ്റെ ഒരു ഫേവറേറ്റ് ഒക്കെ ആവാൻ വേണ്ടി പറ്റുന്ന ഒരു ചാൻസ് ആണ് ആൾക്ക് കിട്ടിയിട്ടുള്ളത്. യൂസ് ചെയ്യോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയണം. റാഷ്ഫോർഡിൻ്റെ കാര്യം ആയതുകൊണ്ട് തന്നെ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ ഒരു മാസ്റ്റർ ക്ലാസ് തരും, ചിലപ്പോൾ ഒരു ഡിസാസ്റ്റർ ക്ലാസ് തരും. ഓക്കെ, സോ അതാണ് ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഫിസിക്കലി അവർ സുപ്പീരിയർ ആണ്. അവരെ പേസ് ഭീകരമാണ്. പക്ഷേ ടെക്നിക്കലി നമ്മൾ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോ കൊണ്ട് നമുക്ക് ഹാപ്പി ആവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു ഡ്രോയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പേഴ്സണലി ഞാൻ ഹാപ്പി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സൈഡാണ്. ഇപ്പോൾ ഏത് ടീം ആയിക്കഴിഞ്ഞാലും സെൻറ്റ് ജെയിംസ് പാർക്കിൽ പോയിട്ടൊന്ന് കളിച്ച് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. എസ്പെഷ്യലി ഇപ്പോൾ നമുക്ക് യമാലില്ല. 90 മിനിറ്റൊക്കെ പെഡ്രിനെ കളിപ്പിക്കുമോ എന്നുള്ള സംശയമാണ്. കാരണം ഇവന്മാർ പെഡ്രിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് പോകും. ഈ ജോലിൻടണൊക്കെ അങ്ങനത്തെ സൈസാണ് ജോലിൻടൺ. അങ്ങനത്തെ ഇടിച്ചു കയറി വരുന്ന ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മാച്ചിൽ പ്ലെയേഴ്സിനെ ഇഞ്ചുറി ആവാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് സേഫായിട്ട് കളിച്ചിട്ട് ഒരു ഡ്രോ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. എന്തായാലും തോൽക്കാൻ പാടില്ല. നമ്മൾ ബാഴ്സയാണ്, തോൽക്കാൻ വേണ്ടി പാടില്ല. ഒരു ഡ്രോ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. എന്നിരുന്നാൽ കൂടെ ഒരു ഹൈ സ്കോറിംഗ് മാച്ചിൽ ഒരു വിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്കൊന്ന് മോസ്റ്റ്ലി ഡ്രോ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൈ സ്കോറിംഗ് മാച്ചിൻ്റെ എൻഡിൽ ഒരു വൺ ഗോളിൻ്റെ മാർജിനിലുള്ള വിക്ടറി നമുക്ക്, അതായത് ഒരു 2-3 അല്ലെങ്കിൽ ഒരു 3-4 ഒക്കെയാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു മാച്ചിൽ ലെവൻഡോസ്കി ഒരു തുറപ്പിച്ചിട്ടായിട്ട് മാറണം. അപ്പോൾ സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിലേക്ക് വരുന്ന സമയത്തും ലെവൻഡോസ്കി നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവും. ഓക്കെ,
അതേപോലെ അറ്റാക്കിലേക്ക് വരുന്ന സമയത്ത് ന്യൂസ് ആവും. അപ്പം അവരുടെ ഒരു ഫിസിക്കാലിറ്റിനൊക്കെ എങ്ങനെ ചെക്ക് വെക്കാനാണ് ഹാൻസി ഫ്ലിക്ക് പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, താങ്ക് യു.